47 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള സ്വപ്നങ്ങൾക്കും അതീതമായി ഒരു ചെറിയ ബഹിരാകാശ പേടകം ഒരു മഹത്തായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. അതൊരു സാധാരണ ദൗത്യമായിരുന്നില്ല. ഇത് മനുഷ്യന്റെ ധൈര്യത്തിൻ്റെയും സൃഷ്ടിപ്രതിഭയുടെയും ഒരു ജീവിക്കുന്ന തെളിവായിരുന്നു. ജൂപ്പിറ്ററിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ചുഴലിക്കാറ്റുകളും ശനിയുടെ അത്ഭുത വളയങ്ങളും സൂര്യനിൽ നിന്നും വിദൂരത്തിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരുണ്ട ശൂന്യതയും കടന്ന് ഇന്നും അത് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതൊരു സാധാരണ പേടകമല്ല. മനുഷ്യന്റെ ജിജ്ഞാസയുടെ രൂപവും മനുഷ്യന്റെ സ്വപ്നങ്ങളുടെ ശബ്ദവുമുള്ള മനുഷ്യരാശി അന്യഗ്രഹ ജീവികൾക്ക് അയച്ച ഒരു സന്ദേശവാഹകൻ, വോയേജർ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ നിമിഷവും സൂര്യൻ്റെ കാറ്റും നക്ഷത്രങ്ങളുടെ ജനനവും പ്രപഞ്ചത്തിൻ്റെ ശ്വാസവും കേട്ടുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ അത്ഭുത യാത്രയുടെ തുടക്കമാണ്. നമ്മുടെ സൗരയൂഥത്തിൽ സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത് 8 ഗ്രഹങ്ങളാണ് എന്ന് നമുക്കറിയാം. ഈ 8 ഗ്രഹങ്ങളെ പ്രധാനമായും ഇന്നർ പ്ലാനറ്റുകൾ എന്നും ഔട്ടർ പ്ലാനറ്റുകൾ എന്നും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. നമ്മുടെ ഭൂമി ഉൾപ്പെടെ സൗരയൂഥത്തിലെ ആദ്യത്തെ 4 ഗ്രഹങ്ങളും, അതായത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ റോക്കി പ്ലാനറ്റുകൾ ഇന്നർ പ്ലാനറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള മേഖലയിൽ 1 കിലോമീറ്ററിലും കൂടുതൽ വലിപ്പമുള്ള 20 ലക്ഷത്തിലും അധികം ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും നിറഞ്ഞ വലിയൊരു കൂട്ടം സൂര്യനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തെ ചിഹ്നഗ്രഹ വലയം അഥവാ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇന്നർ പ്ലാനറ്റുകൾ ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൗരയൂഥത്തിലെ അവസാനത്തെ 4 ഗ്രഹങ്ങൾ, അതായത് സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ 4 ഗ്രഹങ്ങളായ ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഈ ഗ്രഹങ്ങൾ ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആസ്ട്രോയിഡ് ബെൽറ്റിന്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹങ്ങളെയാണ് ഔട്ടർ പ്ലാനറ്റുകൾ എന്ന് വിളിക്കുന്നത്. 1960-65 കാലഘട്ടങ്ങളിൽ നാസ ഇന്നർ പ്ലാനറ്റുകളായ മെർക്കുറിയിലേക്കും വീനസിലേക്കും മാർസിലേക്കും പിന്നെ നമ്മുടെ ചന്ദ്രനിലേക്കും സാറ്റലൈറ്റുകളെ അയക്കുന്നതിനുള്ള പരിശ്രമങ്ങളിലായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ നാസയിൽ പാർട്ട് ടൈം ജോലി ചെയ്തിരുന്ന ഒരു എഞ്ചിനീയർ ആയിരുന്നു ഗ്യാരി ഫ്ലാൻഡ്രോ. അദ്ദേഹം നാസയുടെ പുതിയ മിഷനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേ വരെ ബഹിരാകാശ പേടകങ്ങൾ ഒന്നും തന്നെ അയക്കപ്പെട്ടിട്ടില്ലാത്ത ഔട്ടർ പ്ലാനറ്റുകളായ സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ജൂപ്പിറ്ററിലേക്കും സാറ്റേണിലേക്കും പേടകങ്ങളെ അയക്കുന്നതിനുള്ള സാധ്യതകൾ പഠിക്കുന്നതിനായി നാസ ഫ്ലാൻഡ്രോയെ ചുമതലപ്പെടുത്തി. അതിനുവേണ്ടി അദ്ദേഹം ഔട്ടർ പ്ലാനറ്റുകളെ വളരെ വിശദമായി തന്നെ പഠിക്കാൻ തുടങ്ങി. അടുത്ത 10 വർഷത്തിനകം, അതായത് 1970കളുടെ അവസാനത്തോടുകൂടി 175 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന പ്ലാനറ്ററി അലൈൻമെൻറ്റ് നടക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അതായത് ഔട്ടർ പ്ലാനറ്റുകളായ ജൂപ്പിറ്ററും സാറ്റേണും യുറാനസും നെപ്റ്റ്യൂണും ഏകദേശം നേർരേഖയിൽ എത്തിച്ചേരുന്ന അത്യപൂർവമായ സംഗമത്തെയാണ് പ്ലാനറ്ററി അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ ഗ്രഹങ്ങളെല്ലാം ഒരു വരിയിൽ അണിനിരന്ന് കഴിയുമ്പോൾ അവയുടെ എല്ലാം ഗുരുത്വാകർഷണ ബലത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് വളരെ കുറച്ചു മാത്രം ഇന്ധന ചെലവിൽ സഞ്ചാര വേഗത കൂട്ടി ഒരുപാട് ദൂരത്തേക്ക് ബഹിരാകാശ പേടകങ്ങളെ അയക്കുവാൻ സാധിക്കും. ഒരു ഗ്രഹത്തിൻ്റെയോ ബഹിരാകാശ വസ്തുവിൻ്റെയോ ആപേക്ഷിക ചലനവും ഗുരുത്വാകർഷണ ബലവും ഉപയോഗിച്ച് ഒരു പേടകത്തിൻ്റെ പാതയോ വേഗതയോ മാറ്റം വരുത്തുന്നതിനെയാണ് ഗ്രാവിറ്റി അസിസ്റ്റ് എന്നും ഗ്രാവിറ്റേഷണൽ സ്ലിംഗ് ഷോട്ട് എന്നും പറയുന്നത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ ഈ 4 ഗ്രഹങ്ങളും നേർരേഖയിൽ വരുന്ന ഈ അത്യപൂർവമായ സംഗമത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ 4 ഗ്രഹങ്ങളിലേക്കും യാത്ര ചെയ്യാൻ സാധിക്കും എന്നവർക്ക് മനസ്സിലായി. ഇപ്പോൾ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ഇനിയും 175 വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഇത് വെറുമൊരു ശാസ്ത്രീയ കണ്ടെത്തൽ മാത്രമായിരുന്നില്ല, മനുഷ്യൻ്റെ സോളാർ സിസ്റ്റം കീഴടക്കുന്നതിനുള്ള സ്വർണ്ണവാതിലായിരുന്നു. 1966-ൽ നാസ ഈ സ്വപ്നത്തെ അംഗീകരിച്ചു. വമ്പൻ പ്ലാനുകൾ തയ്യാറായി. ഒരു പേടകം മാത്രമല്ല, ജോഡികളായി പല സ്പേസ് ക്രാഫ്റ്റുകളും അയക്കപ്പെടും. ഓരോന്നും ഓരോ ഗ്രഹത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് വേഗത കൂട്ടി സഞ്ചരിക്കും. ഈ ദൗത്യത്തിന് ഗ്രാൻഡ് ടൂർ എന്ന പേരിട്ടു. പക്ഷേ വലുതായ ഈ സ്വപ്നങ്ങളോടൊപ്പം തന്നെ ചിലവും കൂടിക്കൂടി വരും. 1971-ൽ നാസയുടെ ബഡ്ജറ്റ് സ്പേസ് ഷട്ടിൽ പ്രോഗ്രാമിലേക്ക് വഴിമാറി. അങ്ങനെ ഗ്രാൻഡ് ടൂർ റദ്ദാക്കപ്പെട്ടു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അങ്ങനെ മേശയുടെ കീഴിലുള്ള വേസ്റ്റ് ബോക്സിലേക്ക് തള്ളിക്കളയപ്പെട്ടു. ഗ്രാൻഡ് ടൂർ റദ്ദായെങ്കിലും മനുഷ്യരുടെ ജിജ്ഞാസ അവസാനിച്ചിരുന്നില്ല.
നാസ പുതിയൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നു. മറൈനർ ജൂപ്പിറ്റർ സാറ്റേൺ മിഷൻ. ചിലവ് കുറഞ്ഞ പക്ഷേ തികഞ്ഞ കഴിവുള്ള ഒരു പുതിയ ദൗത്യം. ഈ പുതിയ ആശയം ഗ്രാൻഡ് ടൂറിൻ്റെ ചെറുതായൊരു പതിപ്പ് തന്നെയായിരുന്നു. എന്നാൽ അതിലൊരു വ്യത്യാസമുണ്ടായിരുന്നു. ഇത് വെറുമൊരു പരീക്ഷണമല്ല, എല്ലാറ്റിലും ഉപരി മഹത്തായ യാത്രയായി മാറും. ഈ പ്രോജക്റ്റ് വിശദമായി തന്നെ പഠിച്ച് മനസ്സിലാക്കി പുതുക്കി രൂപകൽപ്പന ചെയ്ത് പിന്നീട് ലോകം വോയേജർ എന്ന് വിളിച്ച ആ അത്ഭുത പേടകം രൂപം കൊണ്ടു. 1970കളുടെ തുടക്കം. കാലിഫോർണിയയിലെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി. വയറുകൾ, ഇലക്ട്രോണിക്സ്, ആൻറ്റിനകൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ ഇതെല്ലാം ഒത്തുചേർന്ന് രൂപം കൊള്ളുന്നത് ഒരു സാധാരണ മെഷീനല്ല. ഭൂമിയിൽ നിന്നും മനുഷ്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും ദൂരത്തിലെത്തിയ ദൂതനാണ്. വോയേജറിൻ്റെ നിർമ്മാണം തുടങ്ങിയത് വളരെ ലളിതമായൊരു ചോദ്യത്തോടു കൂടിയായിരുന്നു. ഇത് 5 വർഷം മാത്രം ജീവിച്ചാൽ മതിയോ? കാരണം വോയേജേഴ്സിനെ വ്യാഴവും ശനിയും വരെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നാസ കരുതിയിരുന്നത്. പക്ഷേ JPL എഞ്ചിനീയർമാർ മനസ്സിൽ തീരുമാനമെടുത്തിരുന്നു, ഇതൊരു സാധാരണ ദൗത്യമായിരിക്കില്ല എന്ന്. ഇത് മനുഷ്യൻ്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്ന യാത്രയായിരിക്കും. അങ്ങനെ അവർ 5 വർഷത്തെ ആയുസ്സിനു വേണ്ടി നിർമ്മിക്കാൻ തുടങ്ങിയ പേടകം 47 വർഷങ്ങൾക്കും ഇപ്പുറം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരിക്കലും മരണമില്ലാത്ത യന്ത്രമാക്കി മാറ്റി. വോയേജർ പേടകം പുറത്തിറങ്ങി നോക്കുമ്പോൾ വലിയൊരു പാത്രത്തെ പോലെയാണ് തോന്നുക. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ലോകത്തെ തന്നെ മാറ്റി എഴുതി വയ്ക്കുന്ന ശാസ്ത്രമാണുള്ളത്. വോയേജറിനെ അകലെ നിന്ന് കാണുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത് ഈ വലിയ 3.7 മീറ്ററോളം വീതിയുള്ള വെള്ളപ്പാത്രമാണ്. ഇതിനെ ഹൈ ഗെയിൻ ആൻറ്റിന എന്നാണ് വിളിക്കുന്നത്. ഭൂമിയിലേക്ക് സന്ദേശങ്ങൾ അയക്കുക എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ ജോലി. അതും 23 ബില്യൺ കിലോമീറ്റർ അകലത്തിൽ നിന്ന് പോലും. ഈ ആൻറ്റിനയാണ് വോയേജറിൻ്റെ കണ്ണും വായും. ആൻറ്റിനയുടെ പിന്നിലായി 10 കോണുകളുള്ള ഒരു പ്രധാന ഘടകമുണ്ട്, ബസ് ഹൗസിംഗ്. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലൈറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം, മെമ്മറി സ്റ്റോറേജ്, ബാറ്ററി ആൻഡ് പവർ കൺട്രോൾസ്, കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ്, തെർമൽ ഹീറ്റിംഗ് സിസ്റ്റം ഇവയെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. വോയേജറിൻ്റെ നാഡികളും തലച്ചോറുമെല്ലാം ഈ ഘടകമാണ്. വോയേജറിൻ്റെ ഒരു വശത്ത് ഒരു നീളമുള്ള സയൻറ്റിഫിക് ബൂമുണ്ട്. അതിൻ്റെ ഉള്ളിൽ കോസ്മിക് റേ ഡിറ്റക്ടറും മാഗ്നറ്റോമീറ്ററും പ്ലാസ്മ ഡിറ്റക്ടറും ലോ എനർജി ചാർജർ പാർട്ടിക്കിൾ ഇൻസ്ട്രുമെൻസും ഉണ്ട്. ഇവ വോയേജറിനെ ഒരു ട്രാവലിംഗ് ലബോറട്ടറിയാക്കി മാറ്റുന്നു. അടുത്തത് വോയേജറിൻ്റെ ഹൃദയമാണ്. ബാഹ്യ സൂര്യപ്രകാശം വളരെ കുറവായ സ്ഥലങ്ങളിലും പ്രവർത്തിപ്പിക്കുന്ന വളരെയേറെ ശക്തി നൽകുന്ന ഉറവിടം. റേഡിയോ ഐസോട്ടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ എന്ന RTG. പ്ലൂട്ടോണിയം 238 ഡീക്കേ ചെയ്തുണ്ടാക്കുന്ന ചൂട് വൈദ്യുതിയാക്കി മാറ്റുന്നു. ഇതാണ് വോയേജറിനെ ഇന്നും ജീവിക്കാൻ കാരണമായിട്ടുള്ള ശക്തി. ഇവയെ കൂടാതെ വോയേജറിൻ്റെ ഉള്ളിൽ മനുഷ്യരുടെ സന്ദേശം, ഭൂമിയിലെ ശബ്ദങ്ങൾ, നമ്മുടെ സംഗീതം ഇവയെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്വർണ്ണ റെക്കോർഡുണ്ട്. ഇതൊരു ശാസ്ത്രീയ ഉപകരണമല്ല, മറ്റന്യഗ്രഹ ജീവികൾക്ക് കണ്ടെത്താനുള്ള മനുഷ്യരുടെ സിഗ്നേച്ചർ ഓഫ് എക്സിസ്റ്റൻസ് ആണ്. വോയേജർ ഒരു സാധാരണ ബഹിരാകാശ പേടകമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് പറക്കുന്ന ഒരു ശാസ്ത്രീയ ലബോറട്ടറി കൂടിയാണ്. ഇതിൻ്റെ ശരീരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് മുൻപൊരിക്കലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്ത ഗ്രഹങ്ങളുടെ രഹസ്യങ്ങൾ തുറന്നു കാട്ടുന്ന ഉപകരണങ്ങളാണ്. വോയേജറിനുള്ളിൽ മൊത്തമായി 9 പ്രധാന ശാസ്ത്രീയ ഉപകരണങ്ങളാണുള്ളത്. നമ്മൾ ഇന്ന് ഗൂഗിളിൽ കാണുന്ന വ്യാഴത്തിൻ്റെ ഗ്രേറ്റ് ഡെഡ് സ്പോട്ട്, ശനിയുടെ വളയങ്ങളുടെ അത്ഭുത ചിത്രങ്ങൾ, നെപ്റ്റ്യൂണിൻ്റെ കൊടുങ്കാറ്റുകൾ ഇതെല്ലാം വോയേജറിൻ്റെ കണ്ണായ ഇമേജിംഗ് സയൻസ് സിസ്റ്റം എന്ന ISS പകർത്തിയതാണ്. ISS 2 ക്യാമറകളാണ് ഉൾക്കൊള്ളുന്നത്. നാരോ ആംഗിൾ ക്യാമറ, വൈഡ് ആംഗിൾ ക്യാമറ. ഓരോ ചിത്രവും ഭൂമിയിലെത്തിക്കുവാൻ മണിക്കൂറുകൾ എടുത്തിരുന്നു എങ്കിലും ഓരോ ഫ്രെയിമും മനുഷ്യൻ്റെ ഹൃദയത്തിൽ അത്ഭുതം പകരുന്നവയായിരുന്നു. അടുത്തത് ഇൻഫ്രാറെഡ് ഇൻറ്റർഫെറോമീറ്റർ സ്പെക്ട്രോമീറ്റർ എന്ന IRIS ആണ്. ഈ ഉപകരണമാണ് ഗ്രഹങ്ങളുടെ താപനില, അന്തരീക്ഷ ഘടന, മേഘങ്ങളുടെ താപനില വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം അളക്കുന്നത്. വ്യാഴത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വലിയ ചുഴലിക്കാറ്റുകൾ, ശനിയുടെ താപനില വ്യതിയാനങ്ങൾ, നെപ്റ്റ്യൂണിൻ്റെ അതിസ്വാഭാവികമായ ചൂട് ഇതെല്ലാം IRIS ഉണ്ടാക്കിയ വെളിപ്പെടുത്തലുകളാണ്. അടുത്തത് ഫോട്ടോ പൊളാരിമീറ്റർ സിസ്റ്റം PPS. ശനിയുടെ വളയങ്ങൾ എങ്ങനെയാണ് ഇത്ര തെളിഞ്ഞു കാണുന്നത്? അവയുടെ തിക്നെസ് എത്രയാണ്? വളയങ്ങളിലെ പൊടിപടലങ്ങൾ എത്രത്തോളമാണ്? ഈ എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം അയച്ചു തന്നത് PPS ആണ്. PPS ഉപയോഗിച്ച് വോയേജർ കണ്ടുപിടിച്ചതാണ്
ശനിയുടെ വളയങ്ങൾ വെറും വളയം മാത്രമല്ല, ആയിരക്കണക്കിന് ചെറു വളയങ്ങളുടെ കൂട്ടമാണ് എന്ന്. അടുത്തത് അൾട്രാ വയലറ്റ് സ്പെക്ട്രോമീറ്റർ എന്ന UVS. ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളുടെ രാസഘടനയും സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാ വയലറ്റ് പ്രകാശം അവയെ എങ്ങനെ ബാധിക്കുന്നു എന്നിവയുമാണ് UVS അളക്കുന്നത്. വ്യാഴത്തിൻ്റെ ഹൈഡ്രജൻ ഹീലിയം അന്തരീക്ഷം, ശനിയുടെ ടൈറ്റൻ ഉപഗ്രഹത്തിലെ തിക് നൈട്രജൻ അറ്റ്മോസ്ഫിയർ, അന്നേ വരെ നമുക്കറിയാത്ത ഇവയുടെ രഹസ്യങ്ങളെല്ലാം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയത് ഈ ഉപകരണമാണ്. മാഗ്നെറ്റോമീറ്റർ എന്ന MAG. ഗ്രഹങ്ങളുടെ മാഗ്നറ്റിക് ഫീൽഡുകൾ എങ്ങനെയാണ്, അവയുടെ ശക്തി എത്ര മാത്രമാണ്, അവയുടെ ദിശ എങ്ങോട്ടാണ്, അവയുടെ സ്വഭാവം എങ്ങനെയാണ്, ഇതളന്നത് വോയേജറിൻ്റെ മാഗ്നെറ്റോമീറ്ററാണ്. MAG ആണ് നമ്മെ ആദ്യമായി അറിയിച്ചത് വ്യാഴത്തിന് അമ്പരപ്പിക്കുന്ന ശക്തിയുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത് എന്നും, ശനിയുടെ മാഗ്നറ്റിക് പോൾസ് ടിൽറ്റഡ് ആണ് എന്നും, നെപ്റ്റ്യൂണിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് വിചിത്രമായ ഓഫ് സെൻറ്റർ ആണ് എന്നുമെല്ലാം. ഇവയെല്ലാം മനുഷ്യശാസ്ത്രത്തെ തന്നെ മാറ്റിമറിച്ച കണ്ടെത്തലുകളായിരുന്നു. അടുത്തത് പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ എന്ന PLS ആണ്. സൗരക്കാറ്റുകൾ എങ്ങനെ ഗ്രഹങ്ങളുമായി ഇടപെടുന്നു, കോസ്മിക് പ്ലാസ്മയുടെ കോമ്പോസിഷൻ എന്താണ്, ഇതൊക്കെ വോയേജർ പഠിച്ച് PLS ഉപയോഗിച്ചാണ്. പ്ലാസ്മ സ്പെക്ട്രോമീറ്റർ വോയേജറിനെ ഇന്ന് വരെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്നാണ്. കാരണം ഇതിനിയും ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ മെഷർമെൻറ്റുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തത് ലോ എനർജി ചാർജർ പാർട്ടിക്കിൾ ഡിറ്റക്ടർ എന്ന LECP ആണ്. LECP ഉപകരണമാണ് വോയേജറിനെ ഗ്രഹങ്ങളുടെ റേഡിയേഷൻ ബെൽറ്റ് മനസ്സിലാക്കുവാൻ സഹായിച്ചത്. വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും അപകടകരമായ റേഡിയേഷൻ സോണിലാണ് ഉള്ളത് എന്നും, ശനിയുടെ വളയങ്ങൾ റേഡിയേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നും, യുറാനസും നെപ്റ്റ്യൂണും സാധാരണ എനർജറ്റിക് പാർട്ടിക്കിൾസ് ആണ് എന്നുമെല്ലാം വോയേജറാണ് പറഞ്ഞു തന്നത്. വോയേജറിൻ്റെ ഈ ഡേറ്റകൾ ലഭിച്ചിരുന്നില്ല എങ്കിൽ ഇന്ന് മനുഷ്യന് ഔട്ടർ പ്ലാനറ്റുകളിലേക്ക് സ്പേസ് ക്രാഫ്റ്റ് അയക്കുക എന്നത് ബുദ്ധിമുട്ടായേനെ. അടുത്തത് കോസ്മിക് റേ സബ് സിസ്റ്റമാണ്, CRS. വോയേജർ ഇന്ന് വരെ ഭൂമിയിലേക്ക് അയക്കുന്ന മിക്ക ഇൻ്റർസ്റ്റെല്ലർ ഡേറ്റകളും ഈ ഉപകരണത്തിൽ നിന്നാണ്. ഗ്യാലക്സിയുടെ പുറത്തുള്ള കണങ്ങൾ, കോസ്മിക് റേ ഇൻറ്റൻസിറ്റി, ഇൻ്റർസ്റ്റെല്ലർ മീഡിയത്തിൻ്റെ ഡെൻസിറ്റി. ഈ CRS ആണ് വോയേജർ ഇൻ്റർസ്റ്റെല്ലർ സ്പേസിലേക്ക് പ്രവേശിച്ചു എന്ന് ആദ്യം തിരിച്ചറിഞ്ഞ ഉപകരണം. അവസാനത്തേത് പ്ലാസ്മ വേവ് സബ് സിസ്റ്റമാണ്, PWS. ഇത് സൗണ്ട് ലൈക്ക് വേവ്സ് ക്യാപ്ചർ ചെയ്യുന്നു. PWS വോയേജറിന് ഒരു പ്രത്യേക കഴിവ് നൽകി. സ്പേസ് ക്യാൻ സിങ് ആൻഡ് വോയേജർ ക്യാൻ ഹിയർ ഇറ്റ്. ഇതിലൂടെ വോയേജർ അറിഞ്ഞത് ഇൻ്റർസ്റ്റെല്ലർ പ്ലാസ്മയുടെ റിയൽ ഡെൻസിറ്റിയാണ്. ഇന്ന് വരെ വോയേജറിൻ്റെ സൗണ്ട് റെക്കോർഡിങ്സ് യൂട്യൂബിൽ ആളുകൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് PWSൻ്റെ ദാനമാണ്. വോയേജറിൻ്റെ ഓരോ ഉപകരണവും ഒരു കണ്ണാണ്, ഒരു ചെവിയാണ്, ഒരു ശാസ്ത്രീയ ഹൃദയമാണ്. ഈ ഉപകരണങ്ങളാണ് ഭൂമിയിലെ മനുഷ്യർക്ക് കോടാനുകോടി കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രഹങ്ങളുടെ മുഖം ആദ്യമായി കാണിച്ചു തന്നത്. വോയേജറിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗവും, ഓരോ വയറും, ഓരോ ഉപകരണവും മനുഷ്യ ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. 1977 ഓഗസ്റ്റ് മാസം കേപ്പ് കനവറൽ ലോഞ്ച് കോംപ്ലക്സ്. വോയേജറിൻ്റെ ഓരോ വയറും ഓരോ സ്ക്രൂവും ഓരോന്നായി പരിശോധിക്കപ്പെട്ടു. അങ്ങനെ ടൈറ്റൻ IIIE സെൻറ്റുവർ റോക്കറ്റിൽ ആദ്യം വോയേജർ 2നെയും അതിനുശേഷം വോയേജർ 1നെയും സ്ഥാപിച്ചു. ഓഗസ്റ്റ് മാസം 20 വോയേജർ 2ഉം സെപ്റ്റംബർ മാസം 5 വോയേജർ 1ഉം വിക്ഷേപിക്കപ്പെട്ടു. വോയേജർ മനുഷ്യൻ അന്നേ വരെ നിർമ്മിച്ചിട്ടില്ലാത്ത അത്ഭുതകരമായ പേടകം. അവൻ ഭൂമി വിട്ട് പോവുകയാണ്, ഇനി ഒരിക്കലും മടക്കമില്ലാത്ത യാത്രയ്ക്കായി. നമ്മുടെ ഗ്രഹങ്ങളെയെല്ലാം പിന്നിട്ട്, സൂര്യപ്രകാശത്തിൻ്റെ ശൂന്യതയെപ്പോലും പിന്നിട്ട്, സൂര്യൻ്റെ സ്വാധീന മേഖലയും കടന്ന് നമുക്ക് വേണ്ടി നമ്മുടെ ജിജ്ഞാസയുടെ രൂപവും നമ്മുടെ സ്വപ്നങ്ങളുടെ ശബ്ദവുമായി നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന സന്ദേശവും വഹിച്ചുകൊണ്ട് മറ്റു നക്ഷത്ര സമൂഹങ്ങളിലേക്ക്